ഹായ് ഓൾ വെൽക്കം ടു വൺസ്. അപ്പൊ സർവേ ആൻഡ് ജിയോമാറ്റിക് സബ്ജക്റ്റിന്റെ ഒരു ടോപ്പിക്കായ ട്രയാങ്കുലേഷൻ എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ട്രയാങ്കുലേഷൻ. അപ്പൊ ഇതിൽ നിന്ന് എന്തായാലും നമുക്ക് 3 മാർക്സിനോ അല്ലെങ്കിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തിയറിയിൽ ശരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ട്രയാങ്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ജിയോഡറ്റിക് സർവേ ആണ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ജിയോഡറ്റിക് സർവേ എന്ന് നമുക്ക് പറയാം. ജിയോഡറ്റിക് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടി വാസ്റ്റ് ഏരിയാസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സർവേ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സർവേയിങ് ആണ് ജിയോഡറ്റിക് സർവേ. അപ്പൊ നമ്മൾ പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേ ഉണ്ടെന്ന് പഠിച്ചു. പ്ലെയിൻ സർവേ നമ്മൾ ചെയ്യുന്നത് അറൌണ്ട് 250 കിലോമീറ്റർ വരെ ഏരിയ വരുന്ന റീജിയൻസ് ആണ്. പക്ഷെ ജിയോഡറ്റിക് നമ്മൾ ഗ്രേറ്റർ ദാൻ 250 കിലോമീറ്റർ വരുന്ന റീജിയൻസിലും അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്തിന്റെ കർവേച്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ജിയോഡറ്റിക് സർവേയിൽ എർത്ത് കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രയാങ്കുലേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഏരിയനെ ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈ ട്രയാങ്കിൾസിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു റീജിയന്റെ ഏരിയ ചെയ്യുന്നതിനെയാണ് ട്രയാങ്കുലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ബേസിക് നോൺ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടാവും. അതിന് നമ്മൾ ബേസ് ലൈൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മെഷർ ചെയ്ത ലൈനിനെ നമ്മൾ പറയുന്നതാണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. സോ ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു നമ്മളുടെ റിലേറ്റീവ് പൊസിഷൻസ്, നമുക്ക് വേണ്ട റിലേറ്റീവ് പൊസിഷൻസ് നമ്മൾ ബെയറിങ്സും അതായത് ആംഗിൾസും ഡിസ്റ്റൻസസും വെച്ച് നമുക്ക് വേണ്ട റിലേറ്റീവ് പൊസിഷൻസ് കണ്ടുപിടിക്കുന്നതാണ് triangulation. So triangulation is a process by which we find the relative position of the points by knowing the bearings and the distances. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇറ്റ്സ് എ മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ദ ഡിസ്റ്റൻസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ജോമെട്രി. അതായത് രണ്ട് വെൽ ഡെസിഗ്നേറ്റഡ് അല്ലെങ്കിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു തേർഡ് പോയിന്റ് ട്രയാങ്കുലേഷൻ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് നമുക്കൊരു നോൺ ഡിസ്റ്റൻസും ആയിരിക്കണം. ഈ ആംഗിൾസ് നമുക്ക് അറിയുകയും ചെയ്യണം. സോ ലെറ്റ്സ് സേ ദാറ്റ് എ ബി സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ദിസ് ഇസ് ആൽഫ ബീറ്റ ആൻഡ് തീറ്റ. അപ്പൊ നമുക്ക് എന്താണ്? സൈൻ ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് അറിയാത്ത ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദിസ് ഇസ് സി, ദിസ് ഇസ് എ. ഇങ്ങനെയാണ് നമ്മളുടെ ഡിസ്റ്റൻസസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരുന്നതെങ്കിൽ നമുക്ക് സൈൻ റൂൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് എ ബൈ സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ സൈൻ തീറ്റ. അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് വെച്ച് സൈൻ റൂളും കൊസൈൻ റൂൾസും വെച്ച് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഡിസ്റ്റൻസസും ആംഗിൾസും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ എന്താണ് മെയിൻലി ട്രയാങ്കുലേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? സോ മെയിൻ പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദ എൻറ്റയർ ഏരിയ വിച്ച് ഈസ് ടു ബി surveyed can be converted into a framework of triangles. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയനെ ഒരു ഫ്രെയിംവർക്ക് ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ദ ലെങ്ത് ആൻഡ് ബെയറിംഗ് ഓഫ് വൺ സൈഡ് ആൻഡ് 3 ആംഗിൾസ് ആർ മെഷേർഡ്, അപ്പം നമുക്ക് ലെങ്ത്തും ഒരു നോൺ ലെങ്ത്തും ഉണ്ട്, ബാക്കി 3 ആംഗിൾസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ റിലേറ്റീവ് പൊസിഷൻസ് അല്ലെങ്കിൽ ലെങ്ത് നമുക്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ബൈ എ ഡച്ച്മാൻ കോൾഡ് സ്നെൽ എന്ന് പറയുന്ന ഒരു ഡച്ച്മാൻ ആണ് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത്. ഇനി when you compute 2 lines and used a baseline for 2 interconnected triangles, അതായത് നമ്മൾ 2 ട്രയാങ്കിൾസിനെ ഇന്റർകണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ബേസ് ലൈൻസ് അതായത് 2 നോൺ, അപ്പൊ അറിയാവുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബേസ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 2 ബേസ് ലൈൻസ് ഉണ്ട് 2 ഇന്റർകണക്ട് ചെയ്ത ട്രയാങ്കിൾസിന്. അപ്പൊ അതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ട് ചെയ്ത മെഷർമെന്റ്സും നമുക്ക് ഫീൽഡിൽ പോയി നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. നമ്മുടെ കമ്പ്യൂട്ട് ചെയ്ത മെഷർമെന്റ്സും അല്ലാത്ത മെഷേർഡ് ലെങ്ത്തും സെയിം ആണോ എന്ന് നമുക്ക് നോക്കി ഒരു ചെക്ക്, നമ്മുടെ ആക്യുറസി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ extending this process, network of triangle can be computed over the entire area. അപ്പോ നമുക്ക് മെഷർ ചെയ്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ സബ്സിഡിയറി സ്റ്റേഷൻസ് നമുക്ക് ഈ ട്രയാങ്കിൾസിന്റെ ഇടയിൽ നമുക്ക് കൊണ്ടുവന്നിട്ട്
വീണ്ടും നമുക്കൊരു ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇനി ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഉപയോഗിച്ചും നമുക്ക് ഓരോ ഇന്റർവെൽസിലും സ്റ്റേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ സ്റ്റേഷൻസിന് നമ്മൾ പറയുന്നതാണ് ലാപ്ലേസ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. സച്ച് സ്റ്റേഷൻസ് ആർ നോൺ ആസ് ലാപ്ലേസ് സ്റ്റേഷൻസ്. ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ ട്രയാംഗുലേഷൻ ചെയ്യുന്നത്? അപ്പൊ മെയിൻലി നമ്മൾ ട്രയാംഗുലേഷൻ ചെയ്യുന്നത് റിലേറ്റീവ് പൊസിഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള കൺട്രോൾ പോയിന്റ്സ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫോട്ടോമെട്രിക് സർവേക്ക് എല്ലാം കൺട്രോൾ പോയിന്റ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ട്രയാംഗുലേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫോർ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ത് യൂസ് ചെയ്യണം? ട്രയാംഗുലേഷൻ യൂസ് ചെയ്യണം. ഇനി നമുക്ക് ട്രയാംഗുലേഷനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെയിൻലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രൈമറി ട്രയാംഗുലേഷൻ, സെക്കൻഡറി ട്രയാംഗുലേഷൻ ആൻഡ് ടേർഷ്യറി ട്രയാംഗുലേഷൻ. അപ്പൊ പ്രൈമറിനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ ട്രയാംഗുലേഷൻ എന്ന് പറയാം, സെക്കൻഡറിനെ സെക്കൻഡ് ഓർഡർ, ടേർഷ്യറിനെ തേർഡ് ഓർഡർ. അപ്പൊ ഡിഫറെന്റ് ഓർഡേഴ്സ് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ പ്രൈമറി ട്രയാംഗുലേഷൻ എന്ന് പറയുമ്പോൾ വാസ്റ്റ് ഏരിയ, ഫോർ എക്സാമ്പിൾ ഒരു കൺട്രിയുടെ ഏരിയ എല്ലാം കണ്ടുപിടിക്കാൻ നമുക്ക് പ്രൈമറി ട്രയാംഗുലേഷൻസ് യൂസ് ചെയ്യാം. അപ്പൊ പ്രൈമറിലി നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന വലിയ ട്രയാംഗിൾസിനെയാണ് പ്രൈമറി ട്രയാംഗുലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഉള്ളിൽ വരുന്ന ട്രയാംഗിൾസ് ആണ് സെക്കൻഡറി ട്രയാംഗിൾസ്, അതിന്റെയും അകത്ത് വരുന്നതാണ് ടേർഷ്യറി ട്രയാംഗിൾസ്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും നമ്മുടെ ബേസ് ലൈനിന്റെ, അതായത് നമുക്ക് അറിയാവുന്ന ലെങ്ത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഇപ്പോ ഫോർ എക്സാമ്പിൾ പ്രൈമറിയുടെ എന്ന് പറയുന്നത് ഒരു 16 കിലോമീറ്റർ, 12 to 16 ആണ്. പക്ഷെ സെക്കൻഡറിയുടെ വരുമ്പോൾ അത് എന്താകുന്നു? 8 to 12 ആകുന്നു. ഇൻ കേസ് ഓഫ് ടേർഷ്യറി വരുമ്പോൾ അത് 500 മീറ്റർ ഒക്കെ വരെ, 100 to 500 മീറ്റർ. അപ്പം ഇതിന്റെ ലെങ്ത്തിലും അതുപോലെ സൈഡിന്റെ ലെങ്ത് അതെല്ലാം ഡിഫറൻസ് ആണ്. അപ്പോ ഇതിന്റെ ഡിഫറൻസസ് എന്ന് പറയുന്നത് ഈ മൂന്ന് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷന്റെയും കമ്പാരിസൺ ആയിട്ട് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൈമറി ട്രയാംഗുലേഷൻ നോക്കാം. അതൊരു ഹയസ്റ്റ് ഗ്രേഡ് ഓഫ് ട്രയാംഗുലേഷൻ ആണ്. അപ്പൊ നമ്മൾ എർത്തിന്റെ സർഫസ്, എർത്തിന്റെ സ്ട്രക്ചർ, എർത്തിന്റെ സർഫസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ഏരിയ എല്ലാം അങ്ങനെ ലാർജ് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി ട്രയാംഗുലേഷൻ. അതിന്റെ സ്റ്റേഷൻസ് ജനറലി വരുന്നത് ഒരു 16 to 150 കിലോമീറ്റർ അപ്പാർട്ട് ആയിട്ടായിരിക്കും ഇതിന്റെ സ്റ്റേഷൻസ് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ട്രയാംഗുലേഷൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്കറിയാം, ഇങ്ങനെ ഒരു ട്രയാംഗിൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിന്റെ അപ്പെക്സ് പോയിന്റ്സ് ആണ്. ABC ആർ ദ അപ്പെക്സ് പോയിന്റ്സ്. ഈ പോയിന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രയാംഗുലേഷൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് 6 to 150 കിലോമീറ്റർ അപ്പാർട്ട് ആയിരിക്കും. ഇനി നമ്മളുടെ ബേസ് ലൈൻ 8 to 12 കിലോമീറ്റർ ആണ്. ഓരോ സൈഡിന്റെ ലെങ്ത് 16 to 150 ആവാം. ഇനി ഇതിന്റെ എറർ എന്ന് പറയുന്നതൊക്കെ 1 സെക്കൻഡിന്റെ ഉള്ളിൽ വരുന്നതായിരിക്കും. അങ്ങനെ ഇതിന്റെ ഓരോ സ്പെസിഫിക്കേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡറി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറിക്ക് കുറച്ചുകൂടി കൺട്രോൾ പോയിന്റ്സ് അതിന്റെ ഉള്ളിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്? സെക്കൻഡറി ട്രയാംഗുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കൺട്രോൾ നെറ്റ്വർക്സിനെ കുറച്ചുകൂടി ഡെൻസിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ സെക്കൻഡറി ട്രയാംഗുലേഷൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻ വരുമ്പോൾ കണ്ടോ, ഇതിന്റെ ബേസ് ലൈൻ വന്നത് 2 to 5 ആയിരുന്നു. മറ്റേത് 8 to 16 അല്ലെങ്കിൽ 12 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇവിടെ അത് 2 to 5 ആയി. പിന്നെ 10 to 25 കിലോമീറ്റർ ആയി സൈഡിന്റെ ലെങ്ത്. ഇതിന്റെ എറർ വന്നത് കണ്ടോ, 3 seconds. നേരത്തെ 1 സെക്കൻഡ് ആയിരുന്നു പ്രൈമറിയുടെ കേസിൽ. ഇനി ടേർഷ്യറി വന്നു കഴിയുമ്പോൾ എന്താണ്? പ്രൈമറിയുടെയിലും സെക്കൻഡറിയിലും എല്ലാം കൺട്രോൾ പോയിന്റ്സ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ട്രയാംഗുലേഷൻ ആണ് എന്ത്? ടേർഷ്യറി ട്രയാംഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസ് ലൈനിന്റെ ലെങ്ത് എന്താണ്? വീണ്ടും ചെറുതാകും. ഇത് കുറച്ചുകൂടി നമ്മളുടെ ടോപ്പോഗ്രഫിക് സർവേയിലെല്ലാം കുറച്ചുകൂടി നമ്മുടെ ഹൊറിസോണ്ടൽ കൺട്രോൾ പോയിന്റ്സിനെ ഡെൻസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടെ നോക്കിയ ഇതിന്റെ ബേസ് ലൈനിന്റെ ലെങ്ത് നോക്കാം, 100 to 500 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് സൈഡ് വരുന്നത് 2 to 10 കിലോമീറ്റർ എല്ലാമാണ്. സോ അപ്പൊ നമ്മൾ ഈ 3 ടൈപ്പ് ഓഫ് ട്രയാംഗുലേഷൻസിന്റെയും കമ്പാരിസൺ, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ഒരു ടേബിൾ ആക്കി നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ട്രയാംഗുലേഷന്റെ ലേ ഔട്ട്. അപ്പൊ നമ്മൾ ഒരു സീരീസ് ഓഫ് ട്രയാംഗിൾസ് ഇന്റർകണക്ട് ചെയ്ത ഒരു സീരീസ് ഓഫ് ട്രയാംഗിൾസിന് നമ്മൾ പറയുന്നതാണ് ട്രയാംഗുലേഷൻ ഫിഗർ. ഇറ്റ് ഈസ് നോൺ ആസ് ട്രയാംഗുലേഷൻ figure. So the arrangement of various triangles of a triangulation series. ഒരു triangulation സീരീസിന്റെ arrangements of interconnected trianglesന് നമ്മൾ പറയുന്നതാണ് ട്രയാംഗുലേഷൻ ഫിഗർ എന്ന് പറയുന്നത്. ഈ ട്രയാംഗുലേഷൻ ഫിഗറിനെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേ ഔട്ട് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വരുന്നതാണ് സിംഗിൾ ട്രയാംഗിൾസ് ഇൻ ചെയിൻ. അപ്പോ സിംഗിൾ ട്രയാംഗിൾസ് ആയിട്ടാവാം. പിന്നീട് ബേസിക് ക്വാഡ്രിലാറ്ററൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നീട് നമുക്ക് സെൻട്രൽ ട്രയാംഗിൾസ് അല്ലെങ്കിൽ പോളിഗൺസ് ആയിട്ടും ഇതിനെ നമുക്ക്
ലേ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ ട്രയാങ്കിൾസ് ഇൻ ചെയിൻ. സോ ആസ് എ നെയിം സജസ്റ്റ് എന്താണ്, ഒരു സിംഗിൾ ലൈൻ ഓഫ് ട്രയാങ്കിൾസ് ആയിട്ട് നമ്മൾ ഇന്റർകണക്ട് ചെയ്ത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് സിമ്പിൾ ട്രയാങ്കിൾസ് ഇൻ ചെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അധികം വാസ്റ്റ് ഏരിയയിലൊന്നും യൂസ് ചെയ്യില്ല. ഒരു നാരോ സ്ട്രിപ്സിനും അല്ലെങ്കിൽ രണ്ട് വാലീസിന്റെ ഇടയിലുള്ള റിഡ്ജ് അങ്ങനെയെല്ലാം കണ്ടുപിടിക്കാൻ, ഏരിയാസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്, സിമ്പിൾ ട്രയാങ്കിൾസ്. ഇനി ഇതിന്റെ സിംപ്ലിസിറ്റി എല്ലാം കാരണം ഇതെന്താണ്, ഇറ്റ് ഈസ് എക്കണോമിക്കൽ ആൻഡ് റാപ്പിഡ്ലി നമുക്ക് ഇതിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ റാപ്പിഡ്ലി ചെയ്യാൻ പറ്റുന്ന ട്രയാങ്കുലേഷൻസും അതുപോലെ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കുലേഷനുമാണ് എന്ത്, സിമ്പിൾ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്, ചെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് അധികം മെത്തേഡ്സ് അവൈലബിൾ അല്ല. കാരണം ജസ്റ്റ് സൈഡ്സ് മെഷർ ചെയ്യാനേ നമുക്ക് പറ്റുന്നുള്ളൂ. അപ്പൊ അതിന്റെ ആക്യുറസി കുറവായിരിക്കും. അപ്പോൾ സിമ്പിൾ ട്രയാങ്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നാരോ സ്ട്രിപ്പിലൊക്കെയാണ്. നാരോ സ്ട്രിപ്സ് അല്ലെങ്കിൽ റോഡ്സ്, റെയിൽവേസ് അല്ലെങ്കിൽ വാലീസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതെന്താണ്, റാപ്പിഡ് ആണ്, ദെൻ ഇറ്റ് ഈസ് ഓൾസോ എക്കണോമിക്കലുമാണ്. പിന്നെയുള്ളത് ആക്യുറസി കുറവാണ്, ലെസ് ആക്യുറസി. അപ്പൊ ഇതാണ് ഇതില് മെയിൻലി നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ കണ്ടോ, ഇതാണ് നമ്മളെ സിമ്പിൾ ട്രയാങ്കിൾസ് ഇൻ ചെയിൻ, ഒരു നാരോ സ്ട്രിപ്പിൽ നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാനുള്ള ചെക്സ് കുറവായതുകൊണ്ട് അക്യുമുലേറ്റഡ് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി അടുത്ത ടൈപ്പാണ് ബ്രേസ്ഡ് ക്വാഡ്രിലാറ്ററൽ ഇൻ ചെയിൻ. അപ്പൊ ഇതെന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ലേ ഔട്ട് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു ബെസ്റ്റ് ലേ ഔട്ട് ആയിട്ടാണ്. ഇനി ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്റർ ഏതാണ്, സ്ക്വയർ ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലേ ഔട്ട് അല്ലെ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. അതായത് കാരണം സ്ക്വയർ ആയിട്ട് ലേ ഔട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിന് നമ്മൾ ഡിഫറെന്റ് ക്വാഡ്രിലാറ്ററൽസ് ആയിട്ട് ലേ ചെയ്തു. അതിനെ പിന്നീട് നമുക്ക് ഉള്ളിൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിന്റെ ചെക്ക് ചെയ്യാനായിട്ട് ഈ സൈഡ്സിനെ മാത്രമല്ല, അല്ലാതെ നമുക്ക് ഡയഗണൽസും ഡ്രോ ചെയ്യാം. അപ്പൊ ഈ ഡയഗണൽസ് സെയിം ലെങ്ത് ആണോ എന്ന് നമുക്ക് നോക്കി ഈ സ്ക്വയേഴ്സിന്റെ ആക്യുറസി നമുക്ക് ഒന്നുകൂടെ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഇനി ഈ എൻഡ്സിൽ വരുന്നതെല്ലാമാണ് കൺട്രോൾ സ്റ്റേഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇന്റർസെക്ഷൻ, ഈ ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഒരു ട്രയാങ്കുലേഷൻ സ്റ്റേഷനോ കൺട്രോൾ പോയിന്റോ അല്ല. ഈ അപ്പെക്സിൽ വരുന്ന പോയിന്റ്സ് മാത്രമാണ് കൺട്രോൾ പോയിന്റ്സ് അല്ലെങ്കിൽ ട്രയാങ്കുലേഷൻ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ആണ് നമ്മളുടെ ബെസ്റ്റ് ക്വാഡ്രിലാറ്ററൽ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്ക്വയറിന്റെ ആംഗിൾ ഒരിക്കലും 30 ഡിഗ്രിയിൽ കുറയാൻ പാടില്ല. അതുപോലെ നമ്മൾ ഇതിൽ പറഞ്ഞു സിംഗിൾ ട്രയാങ്കുലേഷൻ ഇൻ ചെയിൻ ആണ്. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രയാങ്കിൾസ് ഇക്വലാറ്ററൽ ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇഫ് ദ ട്രയാങ്കിൾസ് ആർ ഇക്വലാറ്ററൽ അത് വളരെ ബെസ്റ്റ് ആണ്. അതുപോലെ അതിന്റെ ആംഗിൾ ഒരിക്കലും 45 ഡിഗ്രിയിൽ കുറയാനും പാടില്ല. ഇനി ഓക്കെ, ഇത് ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബ്രേസ്ഡ് ക്വാഡ്രിലാറ്ററൽ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലേ ഔട്ട്. ഇനി അടുത്തതാണ് സെന്റേർഡ് ട്രയാങ്കിൾസ് ആൻഡ് പോളിഗൺസ്. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റേർഡ് ആയിട്ടുള്ള പോളിഗൺസ് ആണ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്ന പോളിഗൺസ് എന്തായിരിക്കണം, റെഗുലർ പോളിഗൺസ് ആയിരിക്കണം. സോ റെഗുലർ ആണെങ്കിലാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പെന്റഗൺസും ഹെക്സഗൺ പോളിഗൺസ് ആണ്. ഇതിലും ചെക്സ് കൂടുതലായിട്ട് നമുക്ക് കുറെ സൈഡ്സ് ഉള്ളത് കൊണ്ടും അതുപോലെ നമുക്ക് ഇങ്ങനെ ഇന്റർകണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ആക്യുറസി കൂടുതലായിരിക്കും. പക്ഷെ ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ വരുന്ന പോയിന്റ് ആണ് ഇറ്റ് ഇസ് ടൈം കൺസ്യൂമിംഗ്. അതുപോലെ വാസ്റ്റ് ഏരിയ, ലാർജ് ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലാർജ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. കാരണം ഈ എല്ലാ ഡയറക്ഷൻസിലേക്കും നമുക്ക് ഈ പോളിഗൺ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ സൈഡ്സ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പൊ ലാർജ് ഏരിയ കവർ ചെയ്യും. ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ കോസ്റ്റ്ലി ആണ്. ടൈം കൺസ്യൂമിംഗ് ആവുമ്പോൾ തന്നെ അത് എന്താവും, കോസ്റ്റ്ലി ആവും. So use when vast area extending in all direction is required and the center figures generally are ഏതൊക്കെയാവാം, quadrilaterals ആവാം, pentagons ആവാം, hexagons ആവാം. Provides proper check on the accuracy of the work but low progress of work ആണ് due to more setting. കൂടുതൽ സെറ്റിംഗ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ആക്യുറസി വളരെ കൂടുതലാണ്, പക്ഷെ വർക്ക് പ്രോഗ്രസ് വളരെ കുറവായിരിക്കും. സോ അപ്പൊ ഇന്ന് നമ്മൾ ബേസിക്കലി പഠിച്ചത് എന്താണ് ട്രയാങ്കുലേഷൻ ഫിഗേഴ്സ് എന്താണ്, ട്രയാങ്കുലേഷൻ സ്റ്റേഷൻ എന്താണ്, ഡിഫറെന്റ് ലേ ഔട്ട്സ്, ഈ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിച്ചത്. കൂടുതൽ ടോപ്പിക്സ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.